AICC അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി സന്ദർശിക്കാൻ ചെന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ സന്ദർശനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന BJP അനുകൂലികളായിട്ടുള്ള ആൾക്കാർ ഒരു ശുദ്ധീകരണ ഹവനം നടത്തി. ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം പച്ചയ്ക്ക് പറയാം. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായിട്ടും ഇത് വിവാദമായിട്ട് പോലും കോൺഗ്രസിൽ നിന്നും ഈ മല്ലികാർജുൻ ഖാർഗെക്ക് യാതൊരു പിന്തുണയും സപ്പോർട്ടും എവിടുന്നും ഉണ്ടായില്ല. അതിലുള്ള ഒരു വിമർശനവും അതൃപ്തിയും പുള്ളി അറിയിച്ചിട്ടുമുണ്ട്. അതായത് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൽദ്വാനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം അവിടെ എത്തുന്നത്. ഉത്തരാഖണ്ഡിലെത്തി അതെല്ലാം കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോകുന്നു. തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു ദളിതനാണ്. മല്ലികാർജുൻ ഖാർഗെ കർണാടക സ്വദേശിയാണ്. അപ്പം ദളിതനായതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി ശുദ്ധികലശം പോലെ നടത്തി. കാരണം BJP-ക്കാരുടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ജാതീയ വെറിയുടെ മകുടോദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ. അത് നടത്തിയതിനേരെ സത്യം പറഞ്ഞാൽ ഇദ്ദേഹം പറയുമ്പോൾ തന്നെയാണ് ഇതൊരു സംഭവം ഇങ്ങനെ നടന്നു എന്നുള്ള കാര്യം പോലും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ BJP നേതാക്കന്മാരുടെ ഈ ഒരു നയത്തിനെതിരെ കോൺഗ്രസിലുള്ള ഒരാളും പ്രതികരിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയ വിവരക്കേടാണ്. അതായത് അവർ പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ അവർ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്? എന്നാൽ പറഞ്ഞു ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട് എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഒരു പ്രവർത്തക സമിതി യോഗത്തിലാണ് പരസ്യമായിട്ട് അദ്ദേഹം അതിനെ എതിർത്തതല്ലേ, പരസ്യമായിട്ടല്ലേ അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് എനിക്കെതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു നടന്ന സംഭവത്തിനെ അപലപിച്ചിട്ടുണ്ടോ? പരസ്യമായി അപലപിച്ചിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ പറയുന്നത് വിശ്വസനീയമല്ല. അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ദേശീയ തലത്തിൽ 75 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു പാർട്ടിയുടെ ഉള്ളിൽ നിറയെ ഇപ്പോഴും BJP-യുടെ വിധേയത്വമാണെന്നേ. BJP-ക്കാരുടെ മുന്നിൽ മുട്ടുപറയ്ക്കും. അതിന് ഉദാഹരണമല്ലേ ഈ രാഹുൽ ഗാന്ധി പോയിട്ട് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. പ്രതിപക്ഷത്തിരിക്കുന്നൊരു നേതാവാണ്, പോയി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നു, കണ്ണിറുക്കി കാണിക്കുന്നു. ഈ രാഹുൽ ഗാന്ധിക്ക് വേറൊരു കേസ് കിടപ്പുണ്ട്. അവിടുത്തെ ഒരു വനിത MP-യെ കണ്ണിറുക്കി കാണിച്ചെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ജാതീയ ചിന്ത എന്നും അകറ്റാൻ കോൺഗ്രസ് വലിയ മതേതരമാണ് എന്ന് പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെ ഉള്ളിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ അപലപിക്കാൻ പോലുള്ള തൻ്റെ ഇടമില്ലാത്ത നട്ടലില്ലാത്തവരുടെ പാർട്ടിയാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത് കേരളത്തിലാണെങ്കിൽ തന്നെയും ദേശീയ തലത്തിലാണെങ്കിൽ തന്നെയും കോൺഗ്രസിന്റെ അവസ്ഥ അത് തന്നെയാണ്. എന്ന് ആലോചിക്കൂ, ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ആളുമായിട്ട് പ്രിയങ്ക ഗാന്ധി നോമിനേഷൻ കൊടുക്കാനായി വയനാട്ടിലെത്തിയ സമയത്ത് AICC-യുടെ അധ്യക്ഷനാണ്, കൊച്ചു പുള്ളിയല്ല. രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഈ മല്ലികാർജുൻ ഖാർഗെ ഇവിടെ വന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന നേരത്ത് അവർക്ക് നോമിനേഷൻ കൊടുക്കാനായിട്ട് 2024 ഇവിടെ വന്നിരുന്നു. എവിടെയായിരുന്നെന്നറിയോ? വരണാധികാരിയുടെ മുറിക്ക് പുറത്താണ് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറഞ്ഞ് AICC-യുടെ അധ്യക്ഷൻ, രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ഇരുന്നത്. ആരായി ഇരുത്തിയത്? അന്ന് സോണിയാഗാന്ധി ഒപ്പം ഉണ്ടായിരുന്നല്ലോ, റോബർട്ട് ബദോരെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ, ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്ത് മലമറിച്ചു? എന്നിട്ട് എന്തുകൊണ്ടാണ് AICC അധ്യക്ഷനകത്തേക്ക് വിളിക്കാഞ്ഞത്? അപ്പം കോൺഗ്രസിനകത്ത് തന്നെ ഈ ജാതീയ ചിന്തയുണ്ടെന്നേ, ദളിതൻ എന്നുള്ള ചിന്തയുണ്ട്. ആ ദളിതൻ എന്ന് പറയുന്ന ബോധം കോൺഗ്രസ്സുകാരും ഉള്ളിൽ പേറി നടക്കുന്നത് കൊണ്ടാണ് അന്ന് ആ നോമിനേഷൻ കൊടുക്കുന്ന ചടങ്ങിൽ പുള്ളിയെ അകത്തോട്ട് ക്ഷണിക്കാതിരുന്നത്. അദ്ദേഹം ഒപ്പം ഉണ്ടാവേണ്ടതല്ലേ? അവർ നോക്കുമ്പോൾ എന്താ, അവരൊരു ആര്യ സാമ്രാജ്യത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ആൾക്കാരാണ്. പ്രിയങ്ക ഗാന്ധിയാണെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളടക്കം പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് എഴുതിയ എന്താ, അമ്മൂമ്മയുടെ മുത്തശ്ശിയുടെ മൂക്ക്, മുത്തശ്ശിയെ പോലെ മുടി മുറിച്ച് നടക്കുന്നു അല്ലെ, മുത്തശ്ശിയുടെ അതേ നിറം, മുത്തശ്ശി ഉടുക്കുന്ന പോലത്തെ സാരി. നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ അവരെ കുറിച്ച് എഴുതിയത് അങ്ങനെയാണ്. പക്ഷെ ഒരു ഗുണം മാത്രം അവർ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ഗുണം പറയണ്ടെന്ന് വിചാരിച്ചായിരിക്കും. മുത്തശ്ശിയെ മീശയില്ലാത്ത ആണെന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. എടുത്ത നിലപാടുകൾ അനുസരിച്ചിട്ട് ശക്തയായ ഒരു ഭരണാധികാരിയായിരുന്നു സത്യത്തിൽ. ഈ പറയുന്ന നമ്മുടെ ഇന്ദിരാഗാന്ധി, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശി,
അത് മാത്രം എന്തേ പറയാഞ്ഞത്? അങ്ങനെ ഒരു ഭരണാധികാരിയായിരിക്കാൻ ഈ പ്രിയങ്കാ ഗാന്ധിക്ക് ഈ അമ്മൂമ്മയുടെ മൂക്കും അമ്മൂമ്മയുടെ നിറവും അമ്മൂമ്മയുടെ മുടിയും മാത്രം പോരാ, തൻ്റെ ഇടം എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം അല്ലേ? ഒരു നല്ലൊരു രാഷ്ട്രീയ നേതാവായിരിക്കണം. രാജ്യം ഭരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി. അതും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ആ രാജീവ് ഗാന്ധിയുടെ മോനാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് പിന്നെ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് 50 വയസ്സ് പിന്നിട്ടു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആയിത്തീരാൻ ഈ രാഹുൽ ഗാന്ധി കൊണ്ടുപോയി കഴിഞ്ഞോ? ഞാൻ ഈ വേറൊരു കാര്യമുണ്ട്. ഈ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകൻ അല്ലായിരുന്നു എന്ന് വെക്കുക, അങ്ങനൊരു പാരമ്പര്യമേ ഇല്ല എന്ന് ചിന്തിക്കുക. ഈ രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും അറിയപ്പെടുമായിരുന്നു? ഇല്ല. എവിടെ ഒരു പോട്ടെ, നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ ആകാനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. ഇല്ലാത്തൊരു വ്യക്തിയാണിത്. എന്തുകൊണ്ട് വരുന്നു? അതുകൊണ്ടാ BJPക്ക് ശക്തമായിട്ട് നിൽക്കുന്നത്. ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രതിരോധിക്കാൻ ആരുമില്ല. കാര്യം എന്താ? രാഹുൽ ഗാന്ധി അച്ഛൻ ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇറങ്ങി നടക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ലെന്നേ. രാജീവ് ഗാന്ധി ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പുമായിട്ടാണ് ഈ രാഹുൽ ഗാന്ധി നടക്കുന്നത്. ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ബിഗ് മൊട്ടയാണ്, ബിഗ് സീറോ. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തൊരു മനുഷ്യൻ. എന്തുകൊണ്ടാ? ഈ പരമ്പരയുള്ളതുകൊണ്ടാ. എന്താണ്? പിന്നെ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ രാജീവ് ഗാന്ധി, നമ്മുടെ രാഹുൽ ഗാന്ധി. ഈ ഒരു പരമ്പര കിടക്കുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്നും അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും അറിയപ്പെടുന്ന ഒരാളാവില്ല. അപ്പൊ ഇവർ ചിന്തിച്ചു ചെയ്യുന്നത് ഞങ്ങളുടേതാണ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിൻ്റെതാണ് എന്ന് ഇവരങ്ങ് ധരിച്ചു വെച്ചിരിക്കുക. ഞങ്ങൾക്ക് അതുകൊണ്ട് ആര്യന്മാരാണ്, ഞങ്ങൾ ആര്യന്മാരാണ്. ആര്യന്മാരും ദ്രാവിഡന്മാരും എന്ന് പറഞ്ഞ 2 വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, നമുക്കറിയാമല്ലോ. അത് പല ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് തെക്കേ ഇന്ത്യയിൽപ്പെട്ടതാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മദ്രാസിയിൽപ്പെട്ടതാണ് ആര്? നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ. അപ്പൊ അതുകൊണ്ട് പുള്ളി അടുപ്പിക്കില്ല, പുള്ളി ദളിതനും കൂടിയാണ്. അപ്പൊ പുള്ളി അതിനകത്ത് അടുപ്പിക്കുക. കാര്യം എന്താ? ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ വംശപരമ്പരയാ, അല്ലെ പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വംശപരമ്പരയാ, അല്ലേ? അങ്ങനെ വരുന്നതാണ് ഞങ്ങൾ. ഈ ഇന്ദിരാഗാന്ധി ആയത് ഫിറോസ് ഗാന്ധിയെ കെട്ടിയോണ്ടാ, അല്ലേ? ഇല്ല, നെഹ്റു. അപ്പൊ അവിടെ മാറി, അവിടെ പരമ്പര മാറിയിട്ട് ഫിറോസ് ഗാന്ധിയുടെ പരമ്പരയിലേക്ക് പോയി. ജവഹർലാൽ നെഹ്റുവിന്റെ പരമ്പര എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല, അത് പറയാൻ പറ്റില്ല. അത് ടെക്നിക്കലി നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നൊന്നും അല്ല. അത് ജവഹർലാൽ നെഹ്റുവിന്റെ പരമ്പരയാണ്, എന്റെ പരമ്പരയാണ് ജവഹർലാൽ നെഹ്റു. അല്ലല്ല, അത് ഫിറോസ് ഗാന്ധിയുടെയാന്ന് പറയും. അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് വന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ്, അതിന് മേലെ ആരും ഇല്ല. ഇതാ അവസ്ഥ. അതുകൊണ്ട് ഇവരുടെ ഒരു ഹുങ്ക. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. മല്ലികാർജുൻ ഖാർഗെ അല്ലേ, പുള്ളി സത്യമല്ലേ അവർ പറയുന്നത്, ദളിതനല്ലേ. ആ ദളിതന് അവിടെ എന്തായാലും നമുക്കെന്താ എന്ന് പുള്ളി പറയുന്നതിൽ ഒരു തെറ്റുമില്ല, അല്ലെ? അങ്ങനെ പറഞ്ഞു പോകും. കാര്യം എന്താ? ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനം അങ്ങനെയാണ്. പണ്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഖലിസ്ഥാൻ. ഇപ്പോൾ നമുക്കറിയാം, ഈ സിഖ് വിരുദ്ധ കലാപം നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു സമയം. അന്ന് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഒക്ടോബർ മാസത്തിൽ. 89-ലാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ വെടിവെച്ച് കൊന്ന സമയത്ത് അതിനുശേഷം വലിയൊരു പ്രശ്നമുണ്ടായി. ഇവിടുത്തെ സിഖുകാരെ കൂട്ടത്തോടെ കൊന്നു. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതി നടന്നൊരു സമയമായിരുന്നു അത്. അങ്ങനെ എല്ലാവരെയും കൊന്നു തള്ളി. ആ സമയത്ത് രാജീവ് ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു വലിയ മരം കടപുഴകി വീഴുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൂടി നശിക്കുമെന്ന്. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി വെടിയേറ്റ് മരിച്ചു വീണപ്പോൾ അതിനുശേഷം ഈ അവിടുത്തെ സിഖുകാരെ എല്ലാം കൂടെ കൂട്ടക്കുരുതി നടത്തുന്ന സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാൾ പറഞ്ഞ വാചകങ്ങളാണിത്, അല്ലേ? എന്താ പറഞ്ഞ? ഒരു വലിയ മരം കടപുഴകി വീഴുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൂടി നശിച്ചു പോകുന്നു. അത് ഒരു പ്രധാനമന്ത്രി പറയാൻ പറ്റിയ ഒരു വാക്കുകളായിരുന്നു? അല്ല. ഇനിയും പോട്ടെ, ഈ BJPക്കാർ രാജ്യത്ത് വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാം? നെഹ്റു പിടിച്ച് പൂട്ടിയിട്ടതാ ഈ അയോധ്യ സംഭവം. അവിടെ പൂട്ടിയിട്ടതാ. അതിന് പിന്നീട് കുത്തി തുറക്കുകയും അത് തുറന്നു കൊടുത്താരാ? രാജീവ് ഗാന്ധിയാണ്. അത് തുറന്നു കൊടുത്ത് ബാബറി മസ്ജിദിനകത്ത് കൊണ്ടുവന്ന് രാമന്റെ പ്രതിമ കൊണ്ട് സ്ഥാപിച്ചു ആരാ? അതിനുള്ള അവസരം ഒരുക്കി കൊടുത്താരാ? അതിനുശേഷമാണല്ലോ അത് വിവാദ ഭൂമിയായി മാറുന്നത്. അപ്പം ഇവിടെ BJPക്ക് വളരാൻ വേണ്ട കൃത്യമായ ഒരു മരുന്നിട്ട് കൊടുത്തതും BJPക്ക് വളരാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തതും അവർക്ക് വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതിനെല്ലാമുള്ള അനുമതി നൽകിയതും സത്യത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി തന്നെയാണ്.
ആ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ഉള്ളിൽ ഒരു സാധനമുണ്ട്. ഞങ്ങൾ എന്തോ കൊമ്പത്തുള്ളവരാണ് എന്ന് പറയുന്ന, ഞങ്ങൾ ഈ നാട്ടിലെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വരണ്യരായ ജാതിയിൽപ്പെട്ടവരാണ് എന്നുള്ള തോന്നൽ ഇവർക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരൊപ്പം തന്നെ ഇത് നമ്മൾ എടുത്തു നോക്കിക്കോളൂ. ശശി തരൂർ എനിക്ക് ആരാ? പണ്ട് NSSലെ സുകുമാരൻ നായർ പറഞ്ഞ പോലെ ഡില്ലി നായർ. അപ്പം അവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിൽക്കുന്നവരെല്ലാം തന്നെ ശക്തരാണ്, അല്ലെങ്കിൽ അവർ പ്രബലന്മാരാണ്, തൊലി വെളുത്തവരാണ്. ഇങ്ങോട്ട് വന്ന മല്ലികാർജ്ജുൻ ഖാർഗെ ദളിതനാണ്. അപ്പൊ ദളിതന് അതിന്റെ പ്രാധാന്യം കൊടുത്താൽ മതി. അതുകൊണ്ട് പരസ്യമായി അപലപിക്കാൻ അവർ തയ്യാറാവുന്നില്ല. KC വേണുഗോപാൽ പറഞ്ഞു എന്നാ പറയുന്നത്. ഇല്ല, പറഞ്ഞിട്ടില്ല. KC വേണുഗോപാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും അതിനെ അപലപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു പ്രവർത്തക സമിതി യോഗത്തിൽ ഇങ്ങനെ പറയില്ല. KC പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലെങ്കിലും എടുത്തേനെ. ഇത് മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പം ശരിക്കും രാജീവ് ഗാന്ധി തുടങ്ങി വെച്ചത് രാഹുൽ ഗാന്ധിയിലൂടെ കടന്ന് ഇപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ്സുകാർ ഉള്ളിൽ കിടക്കുന്ന അടിമത്ത മനോഭാവവും ജാതി വെറിയും BJP-ക്കാരേക്കാൾ കൂടുതൽ ഇന്ന് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും.